പത്തനംതിട്ടയിലെ കോട്ടയം ഗവൺമെൻറ് LP സ്കൂളിൻ്റെ വലതുവശത്തൂടെയുള്ള ഈ വഴിയാണ് നമ്മൾ തുടിയുരുളിപ്പാറയിലേക്ക് പോകുന്നത്. കുറച്ച് കയറ്റം കയറി ചെല്ലുമ്പോൾ ഇടതുവശത്തേക്ക് ഇതേപോലെ ഒരു ചെറിയ വഴി കാണാം. 4 വീലറിൽ വരികയാണെങ്കിൽ വാഹനം ഇവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നു കയറുന്നതായിരിക്കും ഉചിതം. 2 വീലർ ആണെങ്കിൽ കുറച്ചുകൂടെ മുകളിൽ വരെ എത്തുന്നതാണ്. പതിനഞ്ച് മിനിറ്റോളം നടന്നു വേണം മലമുകളിൽ എത്താൻ. ഇപ്പോൾ വേനൽക്കാലമായതിനാൽ വഴി മൊത്തവും കരിയിലകൾ കൊണ്ട് മൂടിക്കിടക്കുകയാണ്. കുറച്ച് മുകളിലെത്തുമ്പോൾ ഇതേപോലെ മുള്ളുവേലികൾ കെട്ടി വേർതിരിച്ച ഒരു വഴി കാണാം. ആ വഴിയെ കുറച്ച് നേരെ പോവുക. ദാ ഈ ഭാഗമൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇവിടെ നിന്ന് നേരെ പോവുകയാണെങ്കിൽ നമുക്ക് തുടിയുരുളിപ്പാറയുടെ വ്യൂ പോയിന്റിലെത്താം. വലത്തോട്ട് പോകുന്നത് അമ്പലത്തിലേക്കുള്ള വഴിയാണ്. നമുക്ക് അമ്പലം ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഇതാണ് ഇവിടുത്തെ ക്ഷേത്രം. ചെറിയൊരു അമ്പലമാണ്. അമ്പലത്തിൻ്റെ പുറകുവശത്തേക്ക് പോയാൽ ദാ ഇതേപോലെ ഒരു കാഴ്ചയാണ് നമുക്ക് കിട്ടുന്നത്. താഴെ ഒരു പാറമടയാണ്. അതിപ്പോഴും പ്രവർത്തിക്കുന്ന പാറമടയാണ്. അതുകൊണ്ട് തന്നെ അധിക നേരം ഇവിടെ നിന്നില്ല. ഇനി നമ്മൾ തുടിയുരുളിപ്പാറയുടെ വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. വീഡിയോയുടെ തുടക്കത്തിൽ ഈ വഴി ഒന്ന് ശ്രദ്ധിച്ചോളാൻ പറഞ്ഞില്ലേ, ആ വഴിയാണ് ഇത്. വഴി മൊത്തം കരയിലെയാണ്. കാലു തെറ്റാതെ സൂക്ഷിച്ചു കയറേണ്ടി വരും. ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ ദൂരെയുള്ള മലനിരകളുടെ കാഴ്ചകൾ കിട്ടുന്നതാണ്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ അങ്ങ് താഴെയായി വീടുകളൊക്കെ വളരെ ചെറുതായി കാണാവുന്നതാണ്. ഇങ്ങ് മുകളിലെത്തണം. തുടിയുരുളിപ്പാറ എന്താണെന്നറിയണമെങ്കിൽ മനോഹരമായ മലനിരകളുടെ കാഴ്ചകളാണ് തുടിയുരുളിപ്പാറ നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നത്. കണ്ണെത്താ ദൂരെ വരെയുള്ള പച്ചപ്പ് വിരിച്ച മലകളും കുന്നുകളും ഇളം കാറ്റും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഒരു ശിവരാത്രി ദിവസം മഹാദേവൻ താണ്ഡവമാടുന്ന സമയത്ത് ദേവൻ്റെ തുടി ഈ പാറയിലൂടെ ഉരുണ്ടുപോയെന്നും അത് താഴെ വയലിൽ പതിച്ചെന്നും അതിനാൽ തുടി ഉരുണ്ടുപോയ പാറയ്ക്ക് തുടിയുരുളിപ്പാറ എന്ന പേരും വന്നു എന്നൊരു ഐതിഹ്യം ഇവിടെയുണ്ട്. ഇവിടെ നിന്നാൽ കോട്ടപ്പാറയുടെയും ചുട്ടിപ്പാറയുടെയും മനോഹരമായ വിദൂര ഭംഗി ആസ്വദിക്കാവുന്നതാണ്. ഇവിടെ ഈ മലമുകളിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുറേ നിർമ്മിതികൾ കാണാവുന്നതാണ്. വിളക്ക് വയ്ക്കുന്ന സ്ഥലവും ശൂലവും ശിവലിംഗ രൂപവും ഒക്കെയാണവ. സമയം ഇപ്പോൾ ഏകദേശം 6:20 6:30 ഓക്കെ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇതൊക്കെയാണ്. പക്ഷേ ക്യാമറയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് വരുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ സ്ഥലം അധികം പ്രശസ്തമല്ലാത്തതിനാൽ ഇവിടെ ആരെയും വന്ന സമയത്ത് കാണാൻ സാധിച്ചില്ല. എങ്കിലും തിരക്കുകളിൽ നിന്നെല്ലാം മാറി ഒരു സമാധാന അന്തരീക്ഷം ആഗ്രഹിക്കുന്ന ആർക്കും വരാവുന്ന ഒരിടമാണിത്. ഇത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ വരുന്നവർ ആ ഒരു വിശ്വാസത്തിൽ വരാൻ നോക്കുക. രാവിലെയോ വൈകുന്നേരമോ ഇവിടേക്ക് വരുന്നതാവും നല്ലത്. പത്തനംതിട്ടയിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്ക്. തുടിയുരുളിപ്പാറ എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് വന്നാൽ ഗൂഗിൾ മാപ്പ് നമ്മളെ ഇവിടെ ഇട്ടു ചുറ്റിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട ആ സ്കൂളില്ലേ, കോട്ടയം ഗവൺമെൻറ് LP സ്കൂൾ, അതിൻ്റെ അവിടെ വന്നിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന വഴിയെ വരാൻ ശ്രമിക്കുക. നമ്മുടെ ഇന്നത്തെ യാത്രയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്.
ഉടൻ തന്നെ മറ്റൊരു യാത്രയിൽ കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ യാത്ര നിർത്തുകയാണ്.